വെൽക്കം ടു ആദംസ് PSC അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന വിവിധ തരം മണ്ണിനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ 4 തരത്തിലുള്ള മണ്ണിനങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത്. എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, കറുത്ത മണ്ണ്. എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏകദേശം 40% ലഭ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. വടക്കൻ സമതലങ്ങളിലും നദീതടങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉപദ്വീപിൽ അതായത് ഇന്ത്യയിൽ അവ കൂടുതലും മുക്കോൺ തുരുത്തുകളിലും അഴിമുഖങ്ങളിലും കാണപ്പെടുന്നു. വളമണ്ണ്, ചുണ്ണാമ്പ്, ജൈവവസ്തുക്കൾ എന്നിവ ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് എക്കൽ മണ്ണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പുതിയ എക്കലിനെ ഖാദർ എന്നും പഴയ എക്കലിനെ ഭംഗർ എന്നും വിളിക്കുന്നു. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പുതിയ എക്കലിനെ ഖാദർ എന്നും പഴയ എക്കലിനെ ഭംഗർ എന്നും വിളിക്കുന്നു. പൊട്ടാഷ്, ഫോസ്ഫോറിക് ആസിഡ്, ചുണ്ണാമ്പ് എന്നിവയുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ട്. ഗോതമ്പ്, അരി, ചോളം, കരിമ്പ്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരു തുടങ്ങിയവയാണ് പ്രധാനമായും ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നത്. അടുത്തത് ചെമ്മണ്ണ്, റെഡ് സോയിൽ. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ചെമ്മണ്ണ് കാണപ്പെടുന്നത്. ഒമിനിബസ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നത് ചെമ്മണ്ണാണ്. 18.5% റെഡ് സോയിൽ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ചെമ്മണ്ണിൽ ചുണ്ണാമ്പ്, ഫോസ്ഫേറ്റ്, മാംഗനീസ്, നൈട്രജൻ, വളമണ്ണ്, പൊട്ടാഷ് എന്നിവയുടെ അളവ് കുറവാണ്. ചെമ്മണ്ണിൻ്റെ നിറം ചുവപ്പ് കലർന്ന മഞ്ഞയോ അല്ലെങ്കിൽ മഞ്ഞയോ ആണ്. ഗോതമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ, പുകയില, എണ്ണക്കുരു, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നു. അടുത്തതായി ചെങ്കൽ മണ്ണ്. ഇഷ്ടിക എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ലാറ്റർ എന്നതിൽ നിന്നുള്ള പേരാണ് ലാറ്ററൈറ്റ് സോയിൽ. നനയുമ്പോൾ വളരെ മൃദുവും ഉണങ്ങുമ്പോൾ വളരെ കഠിനവുമാണ്. ഇന്ത്യയിൽ 3.7% കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്. ഉയർന്ന താപനിലയും ഉയർന്ന മഴയുമുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന ചോർച്ചയുടെ ഫലമായി രൂപപ്പെട്ടതാണ് ചെങ്കൽ മണ്ണ്. ഇരുമ്പും അലൂമിനിയവും കൊണ്ട് സമ്പന്നമാണ് ചെങ്കൽ മണ്ണ്. നൈട്രജൻ, പൊട്ടാഷ്, പൊട്ടാസ്യം, ചുണ്ണാമ്പ്, വളമണ്ണ് എന്നിവയുടെ അളവ് ഇതിൽ കുറവാണ്. അരി, റാഗി, കരിമ്പ്, കശുവണ്ടി എന്നിവയാണ് പ്രധാനമായും ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നത്. അടുത്തതായി കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. അഗ്നിപർവ്വത സ്ഫോടന ഫലമായ ലാവ തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഭൂവിസ്തൃതിയുടെ 15% കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ഇവ ഉൾക്കൊള്ളുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ഈ മണ്ണ് കാണപ്പെടുന്നു. ഗോദാവരിയുടെയും കൃഷ്ണയുടെയും മുകൾ ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണിൻ്റെ നിറം കടും കറുപ്പ് മുതൽ ചാരനിറം വരെ വ്യത്യാസപ്പെടുന്നു. പരുത്തി, പയറുവർഗ്ഗങ്ങൾ, തിന, ജാതി, പുകയില, കരിമ്പ്, സിട്രസ് പഴങ്ങൾ, ലിൻസീഡ് മുതലായവ കറുത്ത മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നു. താങ്ക് യു ഫോർ ഹിയറിംഗ് ആദംസ് PSC അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്വിസ് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു ഫോർ ഹിയറിംഗ് ആദംസ് PSC അക്കാഡമി. ഡു ഫോളോ, സബ്സ്ക്രൈബ് മൈ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.